എന്റെ മോളെ, നിനക്ക് എത്ര നാളിങ്ങനെ എല്ലാം ഉള്ളിലിട്ട് ഒതുക്കി പിടിച്ച് നടക്കാൻ കഴിയും? നീ എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ നരക തുല്യമാക്കുന്ന? നിന്നെ ഇങ്ങനൊരു അവസ്ഥയിൽ കാണുമ്പോ ഈ പെറ്റമ്മയായ എന്റെ മനസ്സിന്റെ വേദന എന്താണെന്ന് നിനക്കറിയോ? വിജി, പൊന്നു മോളെ, മതിയടി. എന്റെ മോള് സഹിച്ചതൊക്കെ മതി. എന്റെ മോള് ഈ അമ്മയുടെ അടുത്ത് എല്ലാ വിഷമങ്ങളും ഒന്ന് പറഞ്ഞിറക്കി വെക്കും മോളെ. അമ്മോടെങ്കിലും തുറന്ന് പറ. നീ നോക്ക്, നീ എത്ര തന്നെ എന്നോട് ദേഷ്യപ്പെട്ടാലും നിന്റെ പെറ്റമ്മയായി എനിക്ക് നിന്നെ തനിച്ചാക്കി പോവാൻ കഴിയില്ല മോളെ. പറയുന്നത് കേക്ക്. നീ നോക്ക്, നിനക്ക് എല്ലാത്തിനും കൂടെ നിന്റെ അമ്മയുണ്ട് മോളെ. നിന്റെ പ്രശ്നം എന്താണ് നീ അമ്മോട് തുറന്ന് പറ. അമ്മോട് പറയില്ല മോളെ, ഒന്ന് പറ മോളെ. നീ ഇങ്ങനെ ഈ മുറിക്കുള്ളിൽ കയറി അടഞ്ഞിരിക്കുന്നത് പോലെ നീ നിന്റെ ഉള്ളിലെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ നിന്നിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയാണല്ലോ. ഉള്ളിലുള്ളതൊന്ന് തുറന്ന് പറയും മോളെ. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുമ്പോ അത് കണ്ട് നിന്റെ അമ്മയും കൂടി വേദനിക്കുന്നത് കാണുന്നില്ല മോളെ. ഈ അമ്മോടൊന്നും പറയില്ലേ? എന്നോടൊന്നും പറയില്ലേ? നിനക്കെന്താ ഭ്രാന്താണോ? എന്തിനാ ഇങ്ങനെ രാക്ഷസന്റെ പോലെ ബിഹേവ് ചെയ്യുന്ന? ആര്? ഞാനോ? ഞാനാണോ ഭ്രാന്തനെ പോലെ നടക്കുന്നത്? ആ അതെ. എന്താടി, എന്താ നീ മിണ്ടാത്തത്? നീ ഇതും പറയും, ഇതിനപ്പുറം പറയോടി. നീ എന്നെ പറയിപ്പിക്കുന്നത്. എന്താടി, നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? ഞാനെന്താ ഈ വീട്ടിലെ വേലക്കാരാണെന്ന് വിചാരിച്ചോ? അതോ നിന്റെ അടിമയാണെന്ന് വിചാരിച്ചോ? നീ നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ഓർഡർ ഇടുകയാണല്ലോ. എന്റെ അടുത്ത് അധികാരം കാണിക്കുന്ന നീ. ഇത് നോക്ക്, ഞാൻ എപ്പോഴും ഒരേപോലെ സംസാരിക്കുന്നത്. എന്താ എന്താടി, ജോലിക്ക് പോയി സമ്പാദിക്കുന്നു അഹങ്കാര? ഞാൻ സമ്പാദിക്കുന്ന അഹങ്കാരത്തിലൊന്നുമല്ല. നീയാ ആണാണെന്നുള്ള ഈഗോയിൽ നിൽക്കുന്നത്. അത് പറഞ്ഞാ നിനക്ക് ദേഷ്യം വരുന്നോ? വരുവടി, വരും. അന്തസ്സും അഭിമാനവും സംസ്കാരം ഉള്ളവന് ദേഷ്യം വരിക തന്നെ ചെയ്യും. കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ. കല്യാണത്തിന് ശേഷം ഞാൻ പറയുന്ന എല്ലാം തെറ്റായിട്ട് കേൾക്കുന്നോ? ആ, അപ്പൊ പ്രശ്നം എന്റേതല്ല. പ്രശ്നം നിന്റെയാ. നിന്റെ ചിന്തയില്ല പ്രശ്നം. നീ എന്താണ് ഒന്നും പറയാത്തത്? നീ ഇതും പറയും, ഇതിനപ്പുറം പറയോടി. എന്റെ അച്ഛൻ, അമ്മ, സ്വത്ത്, കുടുംബം എല്ലാം ഉപേക്ഷിച്ച് ഞാൻ വന്നില്ലേ? അതിനെനിക്ക് കിട്ടിയ ശിക്ഷ അത്. എനിക്കത് തന്നെ കിട്ടണം. എനിക്കിത് കിട്ടണം. സ്നേഹിക്കുമ്പോ അച്ഛൻ, അമ്മ, സ്വത്ത്, സുഖം ഒന്നും ആവശ്യമില്ല. ഞാൻ മാത്രം മതി എന്നല്ലേ പറഞ്ഞ? ഇപ്പൊ ഞാൻ നിനക്ക് ഗുണമില്ലാത്തവളായല്ലേ? അപ്പൊ ഞാൻ അറിഞ്ഞില്ലടി. ഇപ്പഴാ ഞാൻ അറിയുന്നേ. ഇത്രയും കാലം നിന്നെപ്പറ്റി ഞാൻ ഒന്നും അന്വേഷിച്ചില്ല അല്ലേ? എന്റെ ചെരുപ്പൂര് ഞാൻ തന്നെ എന്നെ അടിക്കണം. എന്റെ ചെരുപ്പ് കൊണ്ട് അടിക്കണം. അടിക്ക, നന്നായിട്ട് അടിച്ചോ. എല്ലാം എന്റെ തെറ്റ് തന്നെയാ. എന്റെ തെറ്റ് തന്നെയാ. നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ? അതെന്റെ തെറ്റ് തന്നെയാ. എന്റെ അച്ഛനും അമ്മയും അനുസരിക്കാതെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചില്ലേ? അതാണ് ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതൊന്നും അല്ലടി. കല്യാണത്തിന് ശേഷം നിന്നെ ഒരു മഹാറാണിയെ പോലെ കൊണ്ടു നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ലേ? അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. എപ്പോഴും നിന്നെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതിന്റെ എല്ലാ ശിക്ഷയാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയാണ്. ഇത് നോക്ക്, നിന്റെ ചിന്തകൾക്കൊന്നും എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിന്റെ ബുദ്ധിയിൽ തെറ്റായ കാര്യങ്ങൾ വന്നാൽ അതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാൻ പുറത്തു പോയി സമ്പാദിച്ച നിനക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് നിന്റെ ഉള്ളിൽ ഒരു ഭയം. എപ്പോഴും സ്ത്രീകള് ആണുങ്ങളുടെ കൺട്രോളിൽ നിൽക്കണമെന്നുള്ള പൊതുവായ ചിന്തയില്ലേ, അത് തന്നെയാ നിനക്ക്. അതാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നിന്റെ ഉള്ളില് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സാ ഉള്ളത്. അതെടി, അതെ, അങ്ങനെ ഒരു കോംപ്ലക്സ് എനിക്ക് ഉണ്ടാക്കിയതേ നീ ഒറ്റ ഒരുത്തിയാ. നീ എന്തോ വലിയ ഓഫീസറെ പോലെ അങ്ങ് ജോലിക്ക് ഇറങ്ങിപ്പോ. ഞാനിവിടെ ആണായിട്ട് ഒരുത്തൻ വീട്ടിനുള്ളില് നിന്റെ ജോലിക്കാരനെ പോലെ ഇവിടുത്തെ എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കണോ അല്ലേ? ആണ് പെണ്ണ്, നീ, ഞാൻ, വീട്ടുകാരൻ, ജോലിക്കാരെന്നൊക്കെ എങ്ങനെയാ നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? വിഷമാണ് നീ, വിഷം. അത് നീയാണോ പറയുന്നത്? അതെടി, ഞാൻ തന്നെ പറയുന്നത്. ഞാനേ പറയൂ. അത്രയ്ക്ക് സ്വാർത്ഥതയുള്ള മനസ്സാണ് നിന്റേത്. ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോ കണ്ട് വിജയല്ലേത്. ഇപ്പോഴാ നിന്റെ തനിനിറം ശരിക്കും പുറത്തോട്ട് വരുന്നത്. സ്നേഹിക്കുമ്പോ ഉണ്ടായിരുന്ന അതേ വിജി തന്നെ ഇപ്പോഴും ഉള്ളത് അല്ല. നീ മൊത്തത്തിൽ മാറിപ്പോയി. ഇപ്പൊ എന്നെ നിന്റെ ഇഷ്ടത്തിനൊത്ത് മാറ്റാനുള്ള ശ്രമം നീ നടത്തുന്നത്. അത് നടക്കില്ല, നടക്കില്ല. എന്റെ അമ്മ അന്നേ പറഞ്ഞതാ നിന്നെ ഒരു ജോലിക്കാരിയായിട്ട് കാണണമെന്ന്. ആ പണത്തിന്റെ അഹങ്കാരമല്ലേ? അമ്മ അന്ന് അങ്ങനെ പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ല. അങ്ങനെ നല്ലമ്മേ, അവള് നല്ലവളാണെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, നിന്നെ ഒരു മഹാറാണിയെ പോലെ അവരുടെ മുമ്പിൽ കൊണ്ടു നടക്കണം ഞാൻ ആഗ്രഹിച്ചു. വിചാരിച്ച മാത്രം പോരല്ലോ, ചെയ്യണം, ചെയ്ത് കാണിക്കണം. നീ ജോലിക്ക് പോയി സമ്പാദിക്കാൻ തുടങ്ങിയ ഉടനെ നീ എന്റെ യജമാനത്തിയായി. നീയല്ലേ എന്നെ ജോലിക്കാരനാക്കിയത്. വിഡ്ഢിത്തരം പറയല്ലേ? അതെ അതെ, ഞാൻ മണ്ടനാടി. എവിടെയോ കിടന്ന് ഒരുത്തിയെ കൂട്ടിക്കൊണ്ടു വന്ന് എല്ലാ സൗകര്യത്തോടും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ? അപ്പൊ ഞാൻ മണ്ടൻ തന്നെയാടി. എന്റെ അമ്മ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോഴല്ലേ എന്റെ ഈ മരത്തലയിലേക്ക് കേറിയത്. നിന്റെ അമ്മ പറഞ്ഞ സത്യമെങ്കിൽ നീ എന്താ പറയാൻ വരുന്നത്? അവര് പറയുന്ന പോലെ ഞാൻ ജോലിക്കാരിയാണെന്നോ? നിന്നോടാ ചോദിക്കുന്ന അവര് പറഞ്ഞ പോലെ ഞാൻ ജോലിക്കാരിയാണെന്ന്. അതേടി, നീ അല്ലെന്ന് പറഞ്ഞാൽ അത് തന്നെയാ സത്യം. നീ ജോലിക്ക് പോയി അല്പം സമ്പാദിക്കുന്നോണ്ട് ലോകം മുഴുവൻ നിന്റെ കൈക്കൊണ്ടിലാണെന്ന് കരുതിയ. അതൊക്കെ നിന്റെ മണ്ടൻ ചിന്തകളാ. നീ എവിടുന്ന് വന്നോ അതേ സ്ഥലത്താണ് നീ നിൽക്കുന്നത്. എന്താ ജോലിക്കാരി എന്ന് പറഞ്ഞപ്പോ ദേഷ്യം വരുന്നോ നിനക്ക്? അങ്ങനെ തന്നെയല്ലേടി എനിക്ക് ഇത്രയും കാലം തോന്നിയത്. നോക്ക്, ഇനി എന്നെ ജോലിക്കാരി എന്ന് പറയരുത്. പറഞ്ഞ നീ എന്തിയോടി? ഞാൻ ഇനി പറയും. എന്റെ അമ്മ പറഞ്ഞ പോലെ നീ ജോലിക്കാരി തന്നെയാ. പറയരുതെന്നല്ലേ പറഞ്ഞ നീ എന്തിയോടി? എന്നെ അങ്ങനെ പറയാൻ നിനക്കോ നിന്റെ അമ്മയ്ക്കോ യാതൊരു അവകാശവും ഇല്ല. പൈസ ഉണ്ടെങ്കിൽ അവര് പറയുന്ന എല്ലാം സത്യാവോ? അവരെന്താ ദൈവോ? എന്റെ അമ്മയെ പറ്റി എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. ഞാനല്ല പറഞ്ഞത്, നീ പറയിപ്പിക്കുന്നതാ.